കൊല്ലം അഞ്ചലിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഗവർണറുടെ വാഹനവ്യൂഹം കടന്നുപോകുമ്പോഴായിരുന്നു പ്രതിഷേധിച്ചത്. 4 ഡിവൈഎഫ്ഐക്കാരെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഗവർണറുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന റോഡിൽ പ്രവർത്തകർ മുദ്രാവാക്യവുമായി നിലയുറപ്പിച്ചത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ഗവർണർ എന്ന പദവിയെ, രാജ്ഭവനെയൊക്കെ RSS വൽക്കരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വലിയ പ്രതിഷേധം SFIയും ഡിവൈഎഫ്ഐയും ഒക്കെ കേരളത്തിലാകമാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തൊക്കെ പ്രതിഷേധങ്ങളാണ് ആർലേക്കർക്കെതിരെ അഞ്ചലിൽ നടന്നത്, കൊല്ലത്ത് നടന്നത്? കോട്ടയത്ത് നിന്നൊരു പരിപാടി കഴിഞ്ഞ് ഗവർണർ മടങ്ങുമ്പോഴാണ് ഇതുവഴി പോയത്. ഈ സമയത്ത് അവിടെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോലീസിന് കിട്ടിയ രഹസ്യ വിവരം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു 4 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചത്. ഇത് പിന്നീട് ഡിവൈഎഫ്ഐ ഇതുവരെ എവിടെയെങ്കിലും കരിങ്കൊടി കാണിക്കും അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ SFI അത് കരിങ്കൊടി കാണിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. ഇത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ വെച്ചത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. കൂടുതൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു. ഗവർണർ ഈ സമയത്ത് കടന്നു പോവുകയും ചെയ്തു. ആ സമയത്ത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അദ്ദേഹം നേരിടുകയും ചെയ്തു. ഇതിന് ശരിക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ ഒരു പ്രതിഷേധിക്കാൻ അങ്ങനെ തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചതിൽ കൂടി കണക്കിലെടുത്താണ് എന്നാൽ പിന്നെ ഗവർണർക്ക് പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ട് തന്നെ കാര്യമെന്ന് കരുതിക്കൂട്ടി തന്നെ ഡിവൈഎഫ്ഐ അവിടെ പിന്നീട് പ്രതിഷേധം നടത്തുകയായിരുന്നു. ഇപ്പോൾ ഗവർണർ പോയതിനു ശേഷം കരുതൽ തടങ്കലിലുണ്ടായിരുന്ന 4 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അഞ്ചൽ പോലീസ് വിട്ടയച്ചു. അജിംഷ. തീർച്ചയായും അങ്ങനെ കരുതൽ തടങ്കലിൽ വെക്കുന്നു എന്നതിൽ പ്രതിഷേധിച്ച് കൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധം തീർത്തത് അവിടെ, അല്ലേ രാജ്കുമാർ? അതെ, അത് ഇതുവരെ നമുക്ക് എവിടെയെങ്കിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിക്കൊടി കാണിച്ചതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. SFI പ്രവർത്തകരാണ് കൂടുതൽ സ്ഥലങ്ങളിൽ പ്രതിഷേധിക്കുന്നത്. പക്ഷെ ഇത് ഒരു മുൻവിധിയോടുകൂടി ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കരിങ്കൊടി കാണിക്കുമെന്ന് പറഞ്ഞ് പോലീസ് അങ്ങനെ തീരുമാനമെടുത്ത് 4 പേരെ കരുതൽ തടങ്കലിൽ വെക്കുമായിരുന്നു. സ്വാഭാവികമായും രാജ്ഭവന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കാം, അല്ലേ? ഇത് ഏതെങ്കിലും തരത്തിൽ ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ വല്ല RSS പ്രവർത്തകരോ ആരെങ്കിലും ഇങ്ങനെ പ്രതിഷേധം വരാൻ സാധ്യതയുണ്ടെന്ന് ചിലപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ടാകാം. അതുകൂടി കണക്കിലെടുത്തായിരിക്കാം. എന്തായാലും അത് ഡിവൈഎഫ്ഐ ഇതിനെയും DGPക്ക് ഉൾപ്പെടെ പരാതി കൊടുക്കുമെന്ന് അറിയിച്ചു.